ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാനിന്നേ തയ്യൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അതായത് തയ്യൽ പഠിക്കുന്നവർക്ക് നേരെ നേരെ വൃത്തിയായിട്ടൊക്കെ അടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ന്യൂസ് പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളും തയ്യൽ പഠിക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ഒരു ന്യൂസ് പേപ്പറാണ് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൽ നമുക്ക് നേരെ അടിക്കാൻ പഠിക്കണം. ഇവിടെ ഇങ്ങനെ ലൈനൊക്കെ ഉണ്ടാവുമല്ലോ, ആ ലൈനിലൂടെ നമുക്ക് അടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് നൂലൊന്നും കുറക്കണ്ട, നൂലിടാതെ നമുക്ക് മെഷീനിലേക്ക് വെക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ചവിട്ടിയാണ് അടിക്കണമെങ്കിലും ഈ പേപ്പർ ഇങ്ങനെ പിന്നോട്ട് തന്നെ പോകണം കേട്ടോ. അതായത് നമ്മുടെ മെഷീൻ്റെ ബാക്ക് സൈഡിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പോകണം. അപ്പം മോട്ടർ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരില്ല, തിരിഞ്ഞ് വരില്ല, നേരെ അങ്ങനെ തന്നെ പോവുള്ളൂ. ചവിട്ടി അടിക്കുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ട്. ഇത് തിരിഞ്ഞ് ഇങ്ങോട്ട് വരും, ഫ്രണ്ടിലേക്ക് വരും. ഇത് കറക്റ്റായിട്ട് മെഷീൻ്റെ ബാക്കിലേക്ക് തന്നെ പോകണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ ലൈനായിട്ട് അടിക്കണം. അപ്പം ഈ പേപ്പറിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ലൈനൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൂടെ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് അടിക്കാൻ ശ്രമിച്ചാൽ മതി. നേരെ അടിക്കാൻ പഠിക്കും കേട്ടോ. അപ്പം നേരെ അടിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾ മെഷീനിൽ നൂലിടാതെ അടിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ മടക്കിയിട്ട് ഒക്കെ ഈ പേപ്പറിൽ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. തുണി എടുത്തൊന്നും ട്രൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, തുണി നമ്മുടെ മെഷീനിലൊക്കെ ഫസ്റ്റൊക്കെ അടിക്കുമ്പോൾ ഒന്ന് കുരുങ്ങിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പേപ്പർ ആകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ, കീറിങ്ങ് എടുക്കാം. തുണിയാകുമ്പോൾ നല്ല പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തയ്യൽ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ നേരെ അടിക്കലുള്ള കാര്യങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഇതുപോലെ മടക്കിയിട്ട് അടിക്കാൻ നോക്കാം. മടക്കി അടിക്കുമ്പോഴും എവിടെയാണ് നമുക്ക് സ്റ്റിച്ച് വീഴേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് തന്നെ സ്റ്റിച്ച് വീഴണ്ടോ എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കാം. വളരെ പതുക്കെ തന്നെ അടിക്കുക, ശ്രദ്ധിച്ചടിക്കുക. ഇപ്പോൾ നൂലിട്ടിട്ടില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ച് കാണിച്ചെന്നേ ഉള്ളൂ. ഞാൻ തുണിയിൽ അടിച്ച് കാണിച്ചു തരാം കേട്ടോ. നൂലിട്ടിട്ട് ഇപ്പോൾ പേപ്പറിലാണ് ഞാൻ അടിച്ച് കാണിച്ചിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ അടിക്കാൻ നോക്കാം. നമുക്കിപ്പോൾ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ അടിക്കണമെങ്കിലും ഈ ഒരു സ്റ്റിച്ചിങ് കറക്റ്റായാലും മാത്രമേ നമുക്ക് പറ്റുള്ളൂ. തയ്യൽ പഠിക്കാൻ ആർക്കും എളുപ്പം കഴിയും, പക്ഷേ അത് ഫിനിഷിങ്ങിൽ അടിക്കാനുള്ള കഴിവ്, അതാണ് ഏറ്റവും വലുത്. അത് നമുക്ക് ഫസ്റ്റിൽ തന്നെ നോക്കിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്കിത് ഒരു റൗണ്ട് ഷേപ്പിൽ അടിക്കാം. അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നേരെ അടിക്കാൻ മാത്രമല്ല, റൗണ്ട് ഷേപ്പിൽ വരുമ്പോൾ എങ്ങനെ അടിക്കണം, നമ്മളെങ്ങനെ കൈ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ പേപ്പർ ഒരു 4 ത്രികോണാകൃതിയിൽ മടക്കി എടുത്തേക്കാണ്. അതായത് നമ്മുടെ അംബ്രല സ്കേർട്ട് വെട്ടണ പോലെ അടിഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെട്ടിയെന്നേ ഉള്ളൂ. വലിയ അളവും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല, ചുമ്മാ ഒന്ന് വെട്ടിയതാട്ടോ. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, വളച്ചടിക്കാനുള്ള പഠിത്തമാണ് ഇനി അടുത്തത്. അപ്പോൾ വളച്ചടിക്കാൻ പഠിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ മെഷീനിൽ വെച്ചിട്ടുണ്ട്. സൂചി വെച്ചിട്ടില്ല കേട്ടോ, അല്ല നൂല് വെച്ചിട്ടില്ല കേട്ടോ, വെറുതെ വെച്ചേക്കാണ്. ഇങ്ങനെ അടിച്ചിട്ട് വെറുതെ അങ്ങ് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ഒന്നും അത് ഉദ്ദേശിച്ച രീതിയിൽ വരില്ല. പക്ഷെ നമ്മുടെ കൺട്രോൾ നമുക്ക് ഈ തുണിയിൽ കൊടുക്കണം. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ പതുക്കെ തിരിച്ചു കൊടുക്കണം. 2 കൈ ഉപയോഗിച്ച് ഇതേപോലെ തിരിച്ച് ആ പേപ്പറിൻ്റെ ചുറ്റിനും നമ്മൾ അടിക്കാൻ ശ്രമിക്കണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ശ്രദ്ധയില്ലാണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ പോവും. അപ്പോൾ നമ്മുടെ അടുപ്പ് ശരിയാവില്ല. നമ്മൾ പതുക്കെ വളരെ പതുക്കെ ഇതുപോലെ റൗണ്ടിൽ അടിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ റൗണ്ടിൽ അടിക്കാൻ പഠിക്കുന്നത്. ഓക്കെ. ഈ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണിയിലേക്ക്, അതായത് മെഷീനിൽ നൂലൊക്കെ ഇട്ടിട്ട് തുണിയിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇടാനൊക്കെ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കണം. അറിയാത്തവർ ഒന്ന് യൂട്യൂബ് ചാനലിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഞാൻ പിന്നെ ഈ മെഷീനിൽ കാണിക്കാത്തത്, ഈ മെഷീൻ ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. ഇതിൽ നൂലിടണ കാണിക്കണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് നൂലിടേണ്ടതെന്നൊക്കെ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മെഷീനാണുള്ളത് അതിൻ്റെ റിവ്യൂ നിങ്ങൾ നോക്കിയിട്ട് നൂലിടണതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതേപോലെ കറക്റ്റായിട്ട് അടിക്കും. ഇപ്പോൾ എല്ലായിടത്തും സ്റ്റിച്ച് വേണ്ടിയിട്ടുണ്ടെന്ന് കാണിക്കാനാണ് ഞാനൊന്ന് കീറി കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് ചുറ്റിനും അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് തയ്യൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് അടുത്ത സ്റ്റിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് നൂലിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പേപ്പർ തന്നെ നിങ്ങൾ എടുക്കുക. തുണിയിൽ വെക്കണതിന് മുമ്പ് നൂലിട്ടിട്ട് പേപ്പറിൽ അടിച്ച് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഒറ്റ വര പേജ് ഉണ്ടല്ലോ, നമ്മുടെ നോട്ട്ബുക്ക്, ഒറ്റ വരയിട്ട നോട്ട്ബുക്ക്, അതിൻ്റെ ഒരു പേജ് നമുക്ക് കീറിയെടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരകളിലൂടെ നമ്മൾ അടിക്കാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ശരിക്കും ഈ തയ്യൽ പഠിക്കണമെന്ന് പറയണ തന്നെ നമ്മളിപ്പോൾ LKG ക്ലാസ്സിൽ പോയിട്ട് നമുക്ക് എഴുതാനുള്ള പഠിത്തമുണ്ടല്ലോ. എഴുതാൻ പഠിക്കണ ഇങ്ങനെയാണ്, ഒന്ന് സ്റ്റാൻഡിങ് ലൈൻ ഇടും,
സ്ലീപ്പിംഗ് ലൈൻ ഇടും, ക്രോസ് ലൈൻ ഇടും, ഇങ്ങനെ ചരിച്ചും നീളത്തിലൊക്കെ വരയിട്ടല്ലേ നമ്മൾ ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. അതിന് ശേഷമാണല്ലോ നമ്മൾ അക്ഷരം എഴുതാൻ പഠിപ്പിക്കുന്നത്. അതുപോലെയൊക്കെ തന്നെയാട്ടോ ഇതും. ഓരോ വിദ്യ അഭ്യസിക്കുമ്പോഴും അതിൻ്റേതായ മെത്തേഡിൽ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് നല്ല രീതിയിൽ അത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള വരകളിലൂടെ നമുക്ക് നേരെ അന്ന് അടിച്ച് നോക്കാം, കറക്റ്റായിട്ട് വരണുണ്ടോ എന്ന് നോക്കാം. ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത് പഠിച്ചെടുക്കാൻ ഒരു ദിവസം മതി കേട്ടോ, അല്ലാണ്ട് ഒരുപാട് ദിവസമൊന്നും വേണ്ട. നമുക്ക് ഈ മെഷീൻ ചവിട്ടാൻ പറ്റിയാലുണ്ടല്ലോ, ചവിട്ടാൻ പഠിച്ചാലേ പിന്നെ ഈ നൂലിട്ടും നൂലിടാണ്ടൊക്കെ അടിച്ച് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരു മെറ്റീരിയലൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തയ്യൽ ക്ലാസ്സിനെ കുറിച്ച് പറയാൻ കാരണം എന്താണ്, ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ക്ലാസ്സും ഉണ്ട്, അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഈ 15-ാം തീയതി നമ്മൾ അഡ്വാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ 1.5 വർഷത്തിന് മുകളിലായി നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ തുണി വെച്ചിട്ട് നിങ്ങൾ നേരെ അടിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുണി ഇതുപോലെ തന്നെ ബാക്കിലേക്ക് തന്നെ പോകണട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചവിട്ടി അടിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ 15-ാം തീയതി ഒരു അഡ്വാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറയണതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മെഷീനിൽ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. എവിടെ കൂടിയാണ് സ്റ്റിച്ച് ചെയ്യണത്, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്നൊക്കെ നോക്കണേ. അപ്പോൾ 15-ാം തീയതി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വരണുണ്ട് കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ 2.5 മാസം കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ശരിക്കും ഫാഷൻ ഡിസൈനിങ് കോഴ്സ് തന്നെയാണ്, അല്ലാതെ എന്താ പറയുക വെറുതെ ചുമ്മാതെ ക്ലാസ് എടുത്ത് പോവുകയല്ല. പല മോഡൽ ഡ്രസ്സുകൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പിള്ളേർ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 1.5 വർഷത്തിന് മുകളിലായി, 2 വർഷം ആകാൻ പോകുന്നു ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. നന്നായിട്ട് ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസം എൻ്റെ ക്ലാസ്സിൽ പഠിച്ച പിള്ളേരുടെ തന്നെ മെസ്സേജസാണ്. ഓരോരുത്തരും ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് അവർക്കുണ്ടായ ഗുണങ്ങൾ, അതായത് അവരിപ്പോൾ തയ്യൽ തുടങ്ങി, അവർ ബൂട്ടിക്ക് തുടങ്ങി, ഇങ്ങനെ പല കാര്യങ്ങളും. ചിലപ്പോൾ കുറച്ചൊക്കെ അറിയാവുന്നവരുണ്ട്, പക്ഷെ അവർക്ക് ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. മറ്റുള്ള ഒരാളെ എങ്ങനെ എടുക്കണം, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, അതെങ്ങനെ കട്ട് ചെയ്യണം. ഇപ്പോൾ ഒരാളൊരു തുണി കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെത്രയോ കെയർ ചെയ്ത് ആ തുണി എത്ര കടകളിൽ കയറി ഇറങ്ങിയിട്ടായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക. ഒരു സാരി വിത്ത് ബ്ലൗസ് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ആ സാരി എടുക്കാൻ നമുക്ക് അറിഞ്ഞൂടെ, നമ്മളൊരു സാരി എടുക്കാൻ എത്ര കട കയറി ഇറങ്ങണം. ഒരു ആദ്യത്തെ കടയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കടയിൽ എത്ര സാരി വലിച്ചിട്ടിട്ടായിരിക്കും നമ്മൾ അതിൽ നിന്നൊരു സാരി സെലക്ട് ചെയ്യണത്. ഈ ബ്ലൗസ് കൊണ്ടുവന്നിട്ട് നമ്മുടെ കയ്യിൽ, അതായത് തയ്യൽക്കാരുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോൾ അവർക്ക് നല്ല വിശ്വാസം വേണം, ഇന്ന ആൾ നന്നായിട്ട് തയ്ക്കും. പിന്നെ ഈ വാങ്ങിച്ച് വെക്കണം, നമുക്ക് അതിലേറെ വിശ്വാസം വേണം. അവർക്ക് വിശ്വാസത്തോടുകൂടെ നമുക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റണം എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ തയ്ച്ചു കൊടുക്കാനായിട്ട് ഒരു ധൈര്യമില്ലായ്മ ഉണ്ടല്ലോ. ആരെങ്കിലും ഇപ്പം തന്നെ എന്നെ ഒരാൾ വിളിച്ചു, അവർക്ക് ആകെ ധൈര്യക്കുറവ് മാത്രമാണ്, അവർക്ക് തയ്ക്കാനൊക്കെ അറിയാം, വെട്ടുമ്പോഴുള്ള ടെൻഷനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ വീഡിയോ ഞാൻ ഡബ് ചെയ്യണതിന് മുമ്പായിട്ട് എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഈ നമ്പർ കാണുമ്പോൾ വിളിക്കണതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ധൈര്യം കൊടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ക്ലാസ്സിൽ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്കും കാൽക്കുലേഷനും അറിഞ്ഞാൽ, തുണി എങ്ങനെ മടക്കണം എന്നറിഞ്ഞാൽ, അതെങ്ങനെ കട്ട് ചെയ്യണം എന്നറിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തയ്യൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. തയ്യലെന്ന് പറഞ്ഞാൽ മോശം പണിയൊന്നുമല്ല കേട്ടോ. നന്നായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, നമുക്ക് നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ചില ഭർത്താക്കന്മാരുണ്ടല്ലോ, നമുക്ക് പുറത്ത് പോയിട്ട് ജോലി എടുക്കാൻ സമ്മതിക്കാത്ത കുറേ ഭർത്താക്കന്മാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വീട്ടിലുള്ളപ്പോൾ അവരുടെ കുറ്റമല്ല എന്ന് വെച്ചാൽ കുട്ടികളെ നോക്കട്ടെ, നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യം അവതാളത്തിലാവും. എന്നാൽ ഈ ഭാര്യമാർക്കാണെങ്കിലോ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് 10 രൂപ വരുമാനം ഉണ്ടാക്കാനുള്ള ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തയ്യൽ പഠിച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കുറച്ചല്ല, നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരണം. ആ കോൺഫിഡൻസ് വരണമെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് റെക്കോർഡഡ് ആയിട്ടാണ് ക്ലാസ് തരുന്നത്. വീഡിയോസ് നിങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നോക്കുമ്പോഴും പിന്നെ നോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കാൽക്കുലേഷനും കണക്കും വെച്ച് നോട്ട്സ് വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ആ നോട്ട്സ് ഒന്ന് എഴുതിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ആരുടെ അളവെടുത്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ അംബർല സ്കേർട്ടിൻ്റെ അടിഭാഗമൊക്കെ അടിക്കണം എങ്ങനെയാണ്, അതായത് ഞാനിപ്പം നേരത്തെ പേപ്പറിൽ റൗണ്ടിൽ അടിച്ച് കാണിച്ചില്ലേ, അതേപോലെ തന്നെ നമ്മൾ തുണിയിൽ അടിക്കുമ്പോൾ ഇതുപോലെ ഒരു മടക്കിയിട്ട് ചുറ്റിലും അടിക്കുക കേട്ടോ.
അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ചുറ്റിലും അടിച്ചതിന് ശേഷം ഒരു പ്രാവശ്യവും കൂടെ നമുക്കിതുപോലെ റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ 1-2 ദിവസമായിട്ടാണ് കേട്ടോ ക്ലാസ് ഉള്ളത്. തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടാവും, ചൊവ്വാഴ്ച ഉണ്ടാവില്ല, ബുധനാഴ്ച ഉണ്ടാവും, വ്യാഴാഴ്ച ഉണ്ടാവില്ല, പിന്നെ അടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ് ക്ലാസ് ഉള്ളത്. അതിനുശേഷം പിന്നെ അടുത്ത തിങ്കളാഴ്ചയാണ് കേട്ടോ. ഞാനിങ്ങനെ ഗ്യാപ്പ് ഇട്ട് എടുക്കണേ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് ചെയ്ത് നോക്കാനുള്ള സമയം തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കിപ്പോൾ ഈ ക്ലാസ്സുകളൊന്ന് എല്ലാ ദിവസവും ഓരോന്നോരോന്നങ്ങ് ഇട്ട് കൊടുത്താൽ ക്ലാസ് വേഗം കഴിയും. പക്ഷേ വേഗം കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയില്ലേ, ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടെയാണ് പഠിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമാണ് നിങ്ങൾ പഠിക്കണം എന്നുള്ളത്. അതിനുള്ള സമയം ഞാൻ തന്നിട്ടാണ് അടുത്ത ക്ലാസ് എടുത്ത് പോകണം കേട്ടോ. അപ്പോൾ റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് നിങ്ങളുടെ കയ്യിൽ വെക്കാം. പെൻ ഡ്രൈവിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോ ഒക്കെ വീഡിയോ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഈ വീഡിയോസ് ഉണ്ടാവും കേട്ടോ. പിന്നെന്താണ് പറയാനുള്ളത്, ചോദിക്കാനുള്ളത്, എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താ നോക്കി, ഈ കാണുന്നത് എൻ്റെ ഫോൺ നമ്പറാണ്. നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ 2.5 മാസത്തെ കോഴ്സാണ്. 2.5 മാസത്തേക്ക് ഇത് മൊത്തം പഠിക്കാനായിട്ട് വെറും 3000 രൂപ മാത്രമേ ഫീസുള്ളൂ. അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ വാട്സപ്പിലായതുകൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ നേരിട്ട് പോയി പഠിക്കുന്നതിനേക്കാളും ഏറ്റവും വൃത്തിയായിട്ടും കൃത്യമായിട്ടും നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. ഒത്തിരി പേര് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ എന്തായാലും ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റുകൾ ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട്. വെറും 3000 രൂപയ്ക്ക് ഇത്ര ഐറ്റം പഠിപ്പിക്കണ്ടോയെന്ന് വരെ പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി, ആദ്യത്തെ ദിവസം സിബ് അറ്റാച്ചിങ് ആണ് കേട്ടോ. അടുത്ത ദിവസം കുഞ്ഞൊരു ബോട്ടം കാണിച്ചു തരും. അതിനുശേഷം പ്ലീറ്റഡ് ബോട്ടം ആണ് കേട്ടോ, അതായത് ചുരുക്കിട്ട ബോട്ടം. അത് കഴിയുമ്പോഴാണ് ചുടി ബോട്ടം വരുന്നത്. പിന്നെ ബോക്സ് മോഡൽ വണ്ണുള്ളവർക്ക് ഇടാൻ പറ്റിയ ചുരി ബോട്ടം. അത് കഴിയുമ്പോൾ നമ്മുടെ പട്ടിയാല ബോട്ടം വരുവേ. പിന്നെ പലാസോ ബോട്ടം. ഇനി അടുത്തത് സ്കേർട്ട് പലാസോ ആണ് കേട്ടോ. അത് കഴിയുമ്പോൾ പെൻസിൽ ബോട്ടം. അപ്പോൾ ടോപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരു കുഞ്ഞ് ടോപ്പാണ് ഫസ്റ്റ് കാണിച്ചു തരുന്നത്. അത് കഴിയുമ്പോൾ നോർമലായിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ ടോപ്പ് കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് ലൈനിങ് വെച്ചിട്ടൊരു ടോപ്പ് കാണിച്ചു തരും. അതിനുശേഷം ലൈനിങ് വെച്ച് തന്നെ സിബ് വെച്ചിട്ടൊരു ടോപ്പ് കാണിച്ചു തരും. അതിനുശേഷം ഒരു 3 പീസ് കുർത്തിയാണ്. അത് കഴിയുമ്പോൾ ഒരു ലെയേർഡ് കുർത്തി വരും, കഴുത്തിലൊക്കെ പൈപ്പിംഗ് വെച്ചിട്ട്. പിന്നെ അടുത്തത് പാനൽ കട്ട് കുർത്തിയാണ്, ടക്ക് ബലൂൺ സ്ലീവ് ഒക്കെ ആയിട്ട്. ഇനി അടുത്തത് ഷർട്ട് കോളർ കുർത്തിയാണ് കേട്ടോ. അടുത്തത് നോക്കി, എലൈൻ കുർത്തിയാണ്. അത് കഴിയുമ്പോഴത്തേക്കും ഒരു അപ്പ് ആൻഡ് ഡൗൺ കുർത്തിയും കൂടെ വരും കേട്ടോ. അത് കഴിയുമ്പോൾ വരുന്നത് ഫിഷ് കട്ട് സ്കേർട്ടാണ്. ഇനി അടുത്തത് പാർട്ടി വെയർ ഫ്രോക്കാണ് കേട്ടോ, കുഞ്ഞുങ്ങളുടെ. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ തന്നെ ലെയേർഡ് ഫ്രോക്ക് വരും. അത് കഴിയുമ്പോൾ പട്ട് സ്കേർട്ട് വരും, പട്ടുപാവാട. അത് കഴിയുമ്പോൾ പട്ടുപാവാടയുടെ ബ്ലൗസ്. അത് കഴിയുമ്പോഴാണ് സാരി ബ്ലൗസ് സ്റ്റാർട്ട് ചെയ്യണത്, നോർമൽ ബ്ലൗസ്. അത് കഴിയുമ്പോൾ സാരി ബ്ലൗസ് തന്നെ ലൈനിങ് ഇട്ടത്. അത് കഴിയുമ്പോൾ ബാക്ക് ഓപ്പൺ ബ്ലൗസ്, സാരി ബ്ലൗസ് തന്നെയാണ് കേട്ടോ. അടുത്തത് പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ഇനി അടുത്തത് ക്രോസ് ബ്ലൗസാണ്, നല്ല കറക്റ്റ് ഫിറ്റിങ്ങിലിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇനി ക്രോപ്പ് ടോപ്പാണ്, ലാച്ചയുടെ കൂടെ സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാം കേട്ടോ നമുക്ക്. അടുത്തത് ലാച്ച വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് നൈറ്റി സ്റ്റാർട്ട് ചെയ്യാം. ചുരിദാർ മോഡൽ നൈറ്റിയാണ് ഫസ്റ്റത്തത്. അത് കഴിയുമ്പോൾ പ്ലീറ്റഡ് നൈറ്റി വരും. അത് കഴിയുമ്പോൾ 3 പീസ് നൈറ്റി വരും കേട്ടോ. അപ്പോൾ നൈറ്റിയുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഗൗൺ വരുന്നുണ്ട്, ഫുൾ അംബ്രല്ലായിട്ടുള്ള. അത് കഴിയുമ്പോൾ നെക്കുകളുടെ കുറച്ച് പാറ്റേൺസും കാണിച്ചു തരും. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ നോട്ട് ചെയ്യുക, എന്നെ വിളിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.